സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. നീതിനിഷ്ഠൻ. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ സംതൃപ്തരാകും. മത്തായി 5:6. പുരോഹിതൻ നീതിനിഷ്ഠനാണ്. അവൻ്റെ ശരീരവും മനസ്സും ഹൃദയവും എപ്പോഴും നീതിയുടെ പക്ഷത്താണ്. തൻ്റെ ജീവിതവും ഇടപെടലുകളും പ്രവർത്തനങ്ങളും നീതിപൂർവകമാകാൻ അവൻ സദാ ജാഗരൂകനാണ്. തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അനീതിയുടെ പ്രലോഭനങ്ങൾ സ്വാധീനിക്കാൻ അവൻ അനുവദിക്കില്ല. ചെറിയ കാര്യങ്ങളിലായാലും വലിയ കാര്യങ്ങളിലായാലും എപ്പോഴും നീതിപൂർണമാണ് അവൻ്റെ നിർണയങ്ങൾ. പുരോഹിതൻ്റെ നീതിനിഷ്ഠ എന്നത് ഒരു വൈയക്തിക നീതിബോധവും ജീവിതശൈലിയും മാത്രമല്ല, നീതിപൂർവകമായ ഒരു സാമൂഹിക സംവിധാനം ഉറപ്പുവരുത്താൻ അവൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നും മനുഷ്യരെന്ന അന്തസ്സോടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ആർക്കും ആരെയും ചൂഷണം ചെയ്യാനോ അവരുടെ അന്തസ്സ് ഹനിക്കാനോ അധികാരമില്ലെന്നും അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം നീതി ഉറപ്പുവരുത്തുന്ന വിശ്വാസമാണ് അവൻ്റെ സ്വത്വത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സമൂഹത്തിൽ അനീതി നടമാടുകയും പാവപ്പെട്ട മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് നിസ്സംഗനായി നിൽക്കാൻ അവന് കഴിയില്ല. അവൻ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നു. എതിരാളികൾ എത്ര ശക്തന്മാരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും അവരുടെ കുതന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ മുമ്പിൽ മുട്ടുമടക്കാതെ അവൻ നീതിക്കായി പോരാടുന്നു. നീതിക്കായി നിലപാടെടുക്കുമ്പോൾ തനിക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളും അപമാനവും പീഡനവും മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പുരോഹിതനറിയാം. പക്ഷേ അവൻ പതറുന്നില്ല. കാരണം അത് ഏറ്റെടുക്കാനുള്ള ധൈര്യവും അവയെ നേരിടാനുള്ള കരുത്തും ദൈവം അവന് നൽകുന്നു. വാസ്തവത്തിൽ നീതിക്കായുള്ള പുരോഹിതൻ്റെ പക്ഷം ചേരലും നിലപാടും അവൻ്റെ വ്യക്തിപരമായ നിലപാട് എന്നതിനേക്കാൾ അവനെ വിളിച്ച് ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൻ്റെ നിലപാടാണ്. താൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൗത്യമാണെന്ന ബോധ്യം നീതിക്കായി നിലപാടെടുക്കാൻ അവനെ കൂടുതൽ കരുത്തനാക്കുന്നു. നീതിയുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പുരോഹിതനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ പോലും അവനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അവനോടുള്ള സ്നേഹവും അടുപ്പവും കൊണ്ടാണ് പലരും ഇത് ചെയ്യുന്നത്. അച്ഛനെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നവർ ചോദിക്കുന്നു. മറ്റു ചിലർ പേടി മൂലം ഇത്തരം സാഹചര്യങ്ങളിൽ അവനിൽ നിന്ന് അകന്നു നിൽക്കുന്നു. വേറെ ചിലരാകട്ടെ എതിരാളികൾ അവനെതിരെ പ്രചരിപ്പിക്കുന്ന നുണക്കഥകളും അപവാദങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ മറ്റു ചിലർ അവൻ്റെ കൂടെ നിൽക്കുകയും അവനെ മനസ്സിലാക്കുകയും അവനോട് ചേർന്ന് നിന്ന് നീതിക്കു വേണ്ടി പോരാടുകയും ചെയ്യുന്നു. ആരൊക്കെ എതിർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ കൂടെ ഉണ്ടെന്നും
തനിക്ക് ശക്തി പകരുന്നെന്നും പുരോഹിതനറിയാം. ആത്മാവിൻ്റെ ശക്തിയാൽ നീതിയുടെ പാതയിലൂടെ തൻ്റെ സഹയാത്രികരുമായി അവൻ യാത്ര ചെയ്യുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ യാത്രയിൽ സമീപകാലത്ത് നീതിക്ക് വേണ്ടി നിലപാടെടുത്ത ഏതെങ്കിലും സാഹചര്യം മനസ്സിൽ കൊണ്ടുവരിക. സാവധാനം ആ സാഹചര്യവും അതിലുൾപ്പെട്ടിരുന്ന വ്യക്തികളെയും കാണുക. എൻ്റെ ഇടപെടലിലൂടെ എന്ത് ഫലമാണുണ്ടായത് എന്ന് നോക്കുക. വിജയമായിരുന്നെങ്കിലും പരാജയമായിരുന്നെങ്കിലും അതിലിടപെടാൻ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയുക. നീതിക്ക് വേണ്ടി നിലപാടെടുക്കാനും അതിൻ്റെ വേദന സഹിക്കാനുമുള്ള കരുത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക.